ഞങ്ങള് യൂസഫ് അലി സാറ് വീട്ടിൽ വരെ പോയിരുന്നു. യൂസഫ് അലി സാറ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ 5 മണിക്ക് ഇവിടുന്ന് പോയി തൃശ്ശൂർ നാട്ടുകല്ല് പള്ളിയിൽ ഞങ്ങൾ ഉച്ചയോളം നിന്നു. പക്ഷേ ആരും ഞങ്ങളെ വിളിച്ച് പറ്റിച്ചത് സാറ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളൊരു സാധാരണക്കാരായ മനുഷ്യരെ ആരെ പോയി കാണണം, ആരോട് സഹായം ചോദിക്കണം എന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഈ കുട്ടികൾക്ക് ഒരു ആശ്രയമായിട്ടൊരു സ്വന്തമായ ഒരു കെട്ടിടം വേണം. 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് ഈ കെട്ടിടത്തിൽ സ്വന്തമായി കിട്ടിയില്ല. അവരെ പിന്നെയും തെരുവിലേക്ക് ഇറക്കേണ്ട അവസ്ഥ വന്നാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. എന്താ എന്താ കാര്യം? എന്താ എങ്ങോട്ടാ കൊണ്ടുപോണ്? എങ്ങോട്ടാ കൊണ്ടുപോണ്? എങ്ങോട്ടാ കൊണ്ടുപോണത്? എങ്ങോട്ടാ കൊണ്ടുപോണത്? അതെ. ഓക്കെ. അപ്പൊ ഞാനിപ്പോ നിക്കുന്നതേ അട്ടപ്പാടി മുക്കാളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ഇത് അജിത്താണ്. അജിത്ത് ഫ്രം പാലക്കാട് താക്കര. ഓക്കെ. അജിത്തിന് എന്താ പാട്ട് പാടാൻ വയ്ക്കോ? പാട്ടൊക്കെ പാടാൻ വയ്ക്കും അല്ലെ? മിമിക്രി അറിയും. ഓക്കെ, ഒരു മിമിക്രി ഒന്ന് ചെയ്യോ? പശു പാവു തട്ടമേ പൂച്ച തട്ടമേ പൂച്ച. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പളേ അജിത്ത് ഒരു കലാകാരനും കൂടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അജിത്തിനെയും ഇതുപോലെയുള്ള 26 പേരെയും കാണാൻ വേണ്ടിട്ടാണ്. ഈ 26 പേര് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു അമ്മയും കൂടി ഉണ്ട്. ആ അമ്മേനെയും കൂടി നമുക്ക് പരിചയപ്പെടണം. അത് മാത്രല്ല, ഇവർക്കൊരു ആവശ്യമുണ്ട്. ആ ഒരു ആവശ്യം നിറവേറണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്താൽ മാത്രം പോരാ അല്ലെ? ഷെയർ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന സഹായം നിങ്ങൾ ചെയ്യണം. എന്താ അമ്മ ഇപ്പത്തെ പ്രശ്നം? ഇപ്പൊ എന്താ നിങ്ങൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇന്നലെ വിളിച്ച് കരഞ്ഞല്ലോ. എന്താ പ്രശ്നം ഇപ്പൊ? ഞങ്ങളെ സ്ഥാപനത്തിന്റെ നാട്ടുകാരെ സഹായം കൊണ്ട് മാത്രമാണ് ഞങ്ങളെ സ്ഥാപനം ഇപ്പൊ നിലനിന്ന് പോകുന്നത്. ആദ്യം ഒരു വാടക കെട്ടിടത്തിലായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ഒഴിപ്പിച്ചു വിട്ടു. ഇപ്പോൾ ഒരു സ്ഥലവും വീടിനും വേണ്ടി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് 4 ലക്ഷം രൂപ. ബാക്കി പൈസ ഈ 6 മാസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം. ബാക്കി 15.5 ലക്ഷത്തോളം രൂപ വേണം. ഇതിനെന്താ ചെയ്യാന്ന് ഞങ്ങളറിയില്ല. ഇവിടെ ഉള്ളത് കൂടുതലും അനാഥരായ കുട്ടികളും തീരെ സാമ്പത്തിക ഇല്ലാത്ത വീട്ടിലെ അച്ഛനുണ്ടെങ്കിൽ അമ്മയില്ല, അമ്മ ഉണ്ടെങ്കിൽ അച്ഛനില്ല, അങ്ങനത്തെ വീട്ടിലെ കുട്ടികളെയാണ് ഞങ്ങൾ ആജീവനാന്തം മരണം വരെ സംരക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടി സ്വന്തമായ ഒരു കെട്ടിടം ഒരുക്കാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി പേര് ആൾക്കാരെ കാല് പിടിച്ചു. പക്ഷെ ആരിൽ നിന്നും വലിയ സഹായമോ സഹകരണങ്ങളോ മുന്നോട്ട് വന്നിട്ടില്ല. ആരും സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നില്ല. ചേട്ടനെ കൂടെ ഒന്ന് വിളിക്കാം. സജിയേട്ടാ ഒന്നുകൂടി വരൂ. ഇത് സജിയേട്ടന്റെ വൈഫാണ്. ചേച്ചിയുടെ പേര് ബിസ്ന. എനിക്ക് പേര് ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോവാണ്. അപ്പൊ ബിസ്നേച്ചി സജിയേട്ടനും കൂടിയിട്ട് നടത്തുന്ന 26 പേര് ഉള്ള ഭിന്നശേഷിക്കാരുടെ ഒരു ആശ്രമമാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഇവരുടെ പ്രധാന പ്രശ്നം ഈ നിൽക്കുന്ന ബിൽഡിങ്. ഇവരിപ്പോ ഏകദേശം എത്ര വർഷമായി ഇപ്പൊ ഈ ബിൽഡിങ്ങിൽ? 2 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ബിൽഡിങ്ങിലാണ് 26 കുട്ടികളുമായിട്ട് ഇവര് താമസിക്കുന്നത് കേട്ടോ. ഇവരുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് 2 പേർക്കും മാരേഡ് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളായിട്ടില്ല കേട്ടോ. കുഞ്ഞുങ്ങളായില്ല എന്ന് കരുതിയിട്ട് അവര് വിഷമിച്ചിരിക്കുന്നില്ല, അവര് കാത്തിരുന്നില്ല. അവരെന്ത് ചെയ്തു എന്ന് കരുതിയാൽ ഈ ചേച്ചി ഏകദേശം എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ ഇവർക്ക് വേണ്ടിയിട്ട്? 22 വർഷമായിട്ട് ഇതുപോലുള്ള കുട്ടികളെ പരിചരിച്ചു പോരുന്ന ഒരു ടീച്ചറാണ് കേട്ടോ. അപ്പൊ ആ ടീച്ചർ എന്ത് ചെയ്തു എന്ന് കരുതിയാ ഇതുപോലെയുള്ള ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ട് ഇതുപോലെയുള്ള 26 കുട്ടികളെ നോക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ ഇവരൊക്കെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും നല്ല രസമാണ്. ഇവരോടൊക്കെ സംസാരിക്കാൻ നല്ല രസമാണ്. അപ്പോ ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നം ഈ ഒരു കെട്ടിടം വിൽക്കാൻ പോവാണ് അല്ലെ? മറ്റൊരു കെട്ടിടം കിട്ടാനുമില്ല, എവിടോട്ട് പോകുമെന്ന് അറിയാത്ത ഒരവസ്ഥയാണ്. പക്ഷെ ഇപ്പോ കുറച്ച് ആളുകളൊക്കെ സഹായിച്ചുകൊണ്ട് നമുക്കൊരു 4 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി സഹായിച്ചുമായിരിക്കും അല്ലെ? ഇനി എത്ര ലക്ഷം രൂപ വേണം? 15.5 ലക്ഷം രൂപയും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു കെട്ടിടം ഈ 26 ഭിന്നശേഷികരായ കുട്ടികൾക്ക് താമസിക്കാനും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും.
അത് മാത്രല്ല കേട്ടോ, ഇവരുടെ ഒരു ജീവിതമാർഗം കൂടി ഇവരുടെ കൂടെ അമ്മയോ അച്ഛനോ ആയിട്ടാണ് ഇവരിവിടെ ജീവിക്കുന്നത്. ഈ 26 മക്കളെയും നോക്കിയിട്ട് ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവർക്കും കൂടി ഒരു ആശ്രയമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഷെയർ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സഹായം, അല്ലേ ടീച്ചറെ? അല്ലേ ടീച്ചറെ? അത് വലിയൊരു ഉപകാരമായിരിക്കില്ലേ? ഓക്കെ, അത് നിങ്ങൾ ചെയ്യണം, ചെയ്തേ പറ്റൂ. ഇത് ഒരു അപേക്ഷയാണ്, അല്ലെ? അപേക്ഷ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി. കാരണം ഞങ്ങള് യൂസഫ് അലി സാറ് വീട്ടിൽ വരെ പോയിരുന്നു. യൂസഫ് അലി സാറ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ 5 മണിക്ക് ഇവിടുന്ന് പോയി തൃശ്ശൂർ നാട്ടുകല്ല് പള്ളിയിൽ ഞങ്ങൾ ഉച്ചയോളം നിന്നു. പക്ഷേ ആരും ഞങ്ങളെ വിളിച്ച് പറ്റിച്ചതാ സാറ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അങ്ങനെ പല വലിയ വലിയ ആൾക്കാരെ ഈ സഹായിക്കുന്ന ആൾക്കാരെ പോയി കാണാൻ ശ്രമിച്ചു. പക്ഷെ ആരിൽ നിന്നും വലിയ സഹായങ്ങളൊന്നും സഹായം അവരിലേക്ക് എത്തിയില്ല. അത് അങ്ങനെ വേണം പറയാം, അല്ലെ? ഇപ്പൊ യൂസഫ് അലിക്ക് ആരോ വരുന്നുണ്ട് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചു എന്നല്ലാതെ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആളല്ല. അദ്ദേഹം എന്തും ചെയ്യാൻ മനസ്സുള്ള ഒരു വ്യക്തി തന്നെയാണ്. അത് നമ്മളെ മുമ്പിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹത്തിലേക്ക് എത്തിയിട്ടില്ല ഈ ഒരു സംഭവം, അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിലേക്ക് എത്തട്ടെ ഈ ഒരു വിഷയം എന്ന് മാത്രമേ പറയാനുള്ളൂ. എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം. ഈ 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് ഈ കെട്ടിടത്തിൽ സ്വന്തമായി കിട്ടിയില്ല. അവരെ പിന്നെയും തെരുവിലേക്ക് ഇറക്കേണ്ട അവസ്ഥ വന്നാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരില്ലാത്തൊരു ലോകത്തിനെ പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ ഈ കുട്ടികളൊപ്പം കളിച്ച് അങ്ങനെ വളർന്ന് അവരെ കൂടെ തന്നെ ജീവിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ആണ് ഞങ്ങൾ മക്കളില്ലായിട്ടും വേറൊരു മാർഗങ്ങളോ മറ്റൊന്നും സ്വീകരിക്കാണ്ട് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയത്. ഞങ്ങളൊരു സാധാരണക്കാരായ മനുഷ്യരെ ആരെ പോയി കാണണം, ആരോട് സഹായം ചോദിക്കണം എന്ന് അറിയില്ല. ഈ നാട്ടുകാരെ സഹായം കൊണ്ട് മാത്രം, ഇവിടുത്തെ നല്ലവരായ അട്ടപ്പാടിയിലെ നല്ലവരായ ആൾക്കാരുടെ സഹായം കൊണ്ട് മാത്രമേ ഈ സ്ഥാപനം നിലനിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഈ കുട്ടികൾക്ക് ഒരു ആശ്രയമായിട്ടൊരു സ്വന്തമായ ഒരു കെട്ടിടം വേണം. എല്ലാവരും ഞങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്തു തരുന്നു അപേക്ഷിക്കുന്നു. എന്തായാലും ഉണ്ടാവും, തീർച്ചയായിട്ടും. നമ്മളെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ സഹായിക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കാം. നന്ദി, നമസ്കാരം.